ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും വയനാട്ടിലേക്ക് യാത്ര പോകുന്നതാണ്. അപ്പോൾ വയനാട്ടിൽ കാണേണ്ട ഒരു സ്ഥലമാണ് വയനാട് അണി മ്യൂസിയം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ തേൻ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, തേനിനെക്കുറിച്ച് ഡീറ്റെയിൽസ് മൊത്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ശുദ്ധമായിട്ടുള്ള തേനും നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും ഒക്കെ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വന്ന് പോകാൻ പറ്റുന്നൊരു മ്യൂസിയമാണ്. ഇതൊക്കെ ഉണ്ടാവും. ഇത് ശുദ്ധീകരിച്ചെടുത്താലേ നമുക്ക് ശരിക്കുള്ള ഹണി കിട്ടുള്ളൂ. ഇത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ ഇതൊരു പുളിപ്പ് രസം വരും. അല്ലാതെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. തേൻ ശുദ്ധീകരിക്കുന്ന ഒരു കണ്ടെയ്നറാണ്. ഇതിലാണ് നമ്മൾ തേനും ഒരു 2 ലെയറായിട്ട് വരുന്നത്. ഒരു ലെയറിൽ വെള്ളവും മറ്റേ ലെയറിൽ ഹണി വരും. നമ്മൾ ഹണി നേരിട്ട് ചൂടാക്കുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണമൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചൂടാക്കുമ്പോൾ ഒരു 25-30 ഡിഗ്രി ഇതിൽ ചൂടാക്കുക. ഇത് ചൂടാക്കുമ്പോൾ തേനിലുള്ള വേസ്റ്റുകളൊക്കെ മേലോട്ടേക്ക് പതിഞ്ഞ് പൊന്തി വരും. അങ്ങനെ ഈ പൈപ്പ് ലൈൻ വഴി ഇതിലേക്ക് കളക്ട് ചെയ്യും. ഈ ഡിസ്ക് നമ്മളൊരു 1 മിനിറ്റിൽ 3 പ്രാവശ്യം പറന്ന് കൊടുക്കും. അപ്പോൾ ഈ വെള്ളവും ഹണിയും ഈ ഡിസ്കും കൂടെ ഒന്നിച്ചാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഈ കാറ്റ് വരുമ്പോൾ നീരാവിയായിട്ട് പുറത്തേക്ക് പോകും. നമ്മളെല്ലാവരും തേൻ കുടിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന തേൻ നല്ലതാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തേൻ തിരഞ്ഞെടുക്കാൻ നമ്മൾ പല സ്ഥലത്തും പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ വയനാടൊക്കെ ഒന്ന് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അണി മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്യുക. അവിടെ നല്ല ശുദ്ധമായിട്ടുള്ള തേൻ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും എങ്ങനെയുള്ള തേനുകളാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള തേൻ കൃത്യം വാങ്ങുകയും വില അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉള്ള തേനുകൾ തന്നെയാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ നമുക്ക് തേൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ അവിടെ നിന്ന് അറിയാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള തേൻ മാത്രം ഒന്ന് വാങ്ങിയാൽ മതി. അങ്ങനത്തെ കുറേ പ്രത്യേകത ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അണി മ്യൂസിയം എന്ന് പറഞ്ഞ വയനാടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തേനുകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കും നമുക്ക് അറിയാൻ കഴിയും.